റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. ഡിജിറ്റൽ സർവേ 6.60 ലക്ഷം ഹെക്ടർ ഭൂമി അളവ് പൂർത്തിയായി. വയനാട് പുനരധിവാസ ടൗൺഷിപ്പ് സമ്മതപത്രങ്ങളുടെ പരിശോധന ആരംഭിച്ചു. ഇലക്ഷൻ വകുപ്പിന്റെ ഏകീകൃത കോൾ സെന്റർ ഉദ്ഘാടനം ചെയ്തു. പീച്ചി വികസനത്തിന് DPR തയ്യാറാക്കാൻ തീരുമാനമായി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നടന്നുവരുന്ന ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 1, 2, 3 ഘട്ടങ്ങളിലായി ആകെ 6,60,704.2 ഹെക്ടർ ഭൂമിയുടെ അളവ് പൂർത്തിയായി. ഒന്നാം ഘട്ടത്തിൽ സർവേ നടന്ന 200 വില്ലേജുകളിലും രണ്ടാം ഘട്ടത്തിൽ സർവേ നടക്കുന്ന 239 വില്ലേജുകളിലെ 75 വില്ലേജുകളിലും മൂന്നാം ഘട്ടത്തിൽ സർവേ നടപടികൾ ആരംഭിച്ച 200 വില്ലേജുകളിലെ 4 വില്ലേജുകളിലും സർവേ നടപടികൾ പൂർത്തിയാക്കി. സർവേ അതിരടയാള നിയമത്തിലെ 9(2) വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 3 ഘട്ടങ്ങളിലായി ഇതുവരെ 48,95,132 കൈവശങ്ങളുടെ അളവ് പൂർത്തിയായി. ഡിജിറ്റൽ റീസർവേ മൂന്നാം ഘട്ടത്തിന്റെ വയനാട് ജില്ലാതല ഉദ്ഘാടനം മീനങ്ങാടിയിൽ നടന്നു. മുണ്ടക്കൈ ചൂരൽമല അതിജീവിതർക്കായി കൽപ്പറ്റയിൽ ഒരുക്കുന്ന മാതൃകാ ടൗൺഷിപ്പിലേക്ക് നൽകിയ സമ്മതപത്രങ്ങളുടെ പരിശോധനയ്ക്ക് വെള്ളിയാഴ്ച നടപടി തുടങ്ങി. മേൽപ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്കും വെള്ളരിമല വില്ലേജ് ഓഫീസിലേക്കും ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും സമ്മതപത്രം നൽകിയ വ്യക്തികളുടെ വിവരങ്ങൾ കൈമാറിയതായി അധികൃതർ അറിയിച്ചു. വീട് ലഭിക്കാനായി അപേക്ഷ നൽകിയവർക്ക് മറ്റേതെങ്കിലും വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ സഹകരണത്തോടെ വീടോ സ്ഥലമോ ലഭ്യമായിട്ടുണ്ടോ എന്ന പരിശോധനയും നടത്തും. ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഏപ്രിൽ 20 പ്രസിദ്ധീകരിക്കും. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലേക്ക് സമ്മതപത്രം നൽകാനുള്ളത് ഇനി 4 പേർ മാത്രം. രണ്ടാം ഘട്ട 2A, 2B പട്ടികയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് സമ്മതപത്രം നൽകുന്നതിനുള്ള അവസാന ദിവസമായ ഏപ്രിൽ 3 20 പേരാണ് സമ്മതപത്രം കൈമാറിയത്. ഒന്നാം ഘട്ട ഗുണഭോക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെട്ട 242 പേർ സമ്മതപത്രം നൽകിയിരുന്നു. രണ്ടാം ഘട്ട 2Aയിൽ ഉൾപ്പെട്ട 87 ആളുകൾ സമ്മതപത്രം കൈമാറി. 2Bയിൽ ഉൾപ്പെട്ട 69 ആളുകളാണ് ഏപ്രിൽ 2 വരെ സമ്മതപത്രം കൈമാറിയത്. 402 ഗുണഭോക്താക്കളുടെ മൊത്തപ്പട്ടികയിൽ ടൗൺഷിപ്പിൽ വീടിനായി സമ്മതപത്രം നൽകിയത് 289 ആളുകളാണ്. സാമ്പത്തിക സഹായത്തിനായി 109 പേരും സമ്മതപത്രം കൈമാറി. സംസ്ഥാന ഇലക്ഷൻ വകുപ്പിന്റെ ഏകീകൃത ടോൾ ഫ്രീ നമ്പറായ 1950 ഉദ്ഘാടനം ചീഫ് ഇലക്ടറൽ ഓഫീസർ ശ്രീ രത്തൻ യു കേൽക്കർ കേരള സ്റ്റേറ്റ് IT മിഷനിൽ നിർവഹിച്ചു. ഇലക്ഷൻ വകുപ്പിന്റെ ജില്ലാതലത്തിലുള്ള കോൾ സെന്ററുകൾ തിരഞ്ഞെടുപ്പ് സമയത്തും സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ സമയത്തും മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത്. സംസ്ഥാന ജില്ലാ തലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന കോൾ സെന്ററുകൾ ഏകീകരിച്ച് 1950 എന്ന ഒറ്റ ടോൾ ഫ്രീ നമ്പറിലേക്ക് മാറുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് IT മിഷന്റെ മേൽനോട്ടത്തിൽ സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. 1950 ടോൾ ഫ്രീ നമ്പർ ഉപയോഗിച്ച് ഇലക്ഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലോക്സഭ, രാജ്യസഭ, നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കും സംശയ ദൂരീകരണങ്ങൾക്കും പൊതുജനങ്ങൾ 1950 ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. എന്നാൽ പഞ്ചായത്ത്, നഗരസഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 1950 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ ലഭ്യമാകുന്നതല്ല. കുഞ്ഞുങ്ങളെ ലൈംഗികമായി ഉപദ്രവിക്കുന്ന പല കേസുകളും ഞെട്ടലുണ്ടാക്കുന്നതാണെന്നും ഇത്തരം സംഭവങ്ങൾ തുറന്നു പറയാൻ കുട്ടികൾ മടിക്കുകയാണെന്നും തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശ്രീമതി അനുകുമാരി അഭിപ്രായപ്പെട്ടു. ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സമഗ്ര ലൈംഗികതാ വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന പ്രോജക്റ്റ് X മൂന്നാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി കളക്ടറേറ്റിൽ സംഘടിപ്പിച്ച സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. വീടുകളിലെ മോശം സാഹചര്യങ്ങൾ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു.
മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്കൊപ്പം നിൽക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട 150 LP UP സ്കൂളുകളിലെ പ്രധാന അധ്യാപകരാണ് സംവാദത്തിൽ പങ്കെടുത്തത്. ജില്ലാ ഭരണകൂടവും സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും കനൽ ഇന്നോവേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് ഗൈഡ് ഹൗസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രോജക്റ്റ് എക്സ്. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് അനുവദനീയമായ സ്പെഷ്യൽ ക്യാഷ് ലീവ് പരിധി ഉയർത്തി സർക്കാർ ഉത്തരവായി. 3/4/2025 41/202 ഫിൻ നമ്പർ ഉത്തരവിലാണ് ഇപ്രകാരം നിലവിലുണ്ടായിരുന്ന 45 ദിവസങ്ങളിൽ നിന്ന് 90 ദിവസങ്ങളായി ലീവ് പരിധി ഉയർത്തിയിട്ടുള്ളത്. വേനൽ അവധിക്കാലം ആഘോഷമാക്കുന്നതിനും കുട്ടികളെ അപകടകരമായ ലഹരി ഉപയോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ട് പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ കൗതുകകരമായ ഒരു നാടൻ കായിക പരിപാടി കണ്ടം ക്രിക്കറ്റ് ചെറിയ കളിയല്ല എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നാട്ടിൻപുറങ്ങളിലെ ചെറിയ കളിസ്ഥലങ്ങളുടെ പേരും ഫോട്ടോയും ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിന് കീഴിൽ കമൻറ്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുവാനാണ് നിർദ്ദേശം. തിരഞ്ഞെടുക്കപ്പെടുന്ന കളിസ്ഥലങ്ങളിൽ കുട്ടികൾക്കൊപ്പം ജില്ലാ കളക്ടറും ഉദ്യോഗസ്ഥരും കളിക്കാരായി പങ്കെടുക്കുന്നതാണ് പരിപാടി. പീച്ചി വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട് വിശദമായ പദ്ധതി റിപ്പോർട്ട് DPR തയ്യാറാക്കാൻ തീരുമാനം. പ്രാഥമികമായി 368 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ DPR തയ്യാറാക്കാൻ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം ചുമതലപ്പെടുത്തി. സ്ഥലം MLA കൂടിയായ റവന്യൂ മന്ത്രി ശ്രീ K. രാജൻ, ഇറിഗേഷൻ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ എന്നിവയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ കിഫ്ബി CEO ശ്രീ KM എബ്രഹാം, കിഫ്ബി ജനറൽ മാനേജർ ശ്രീമതി ഷൈല എന്നിവരും മറ്റു ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. ഏപ്രിൽ 15-നകം DPR ലഭ്യമാക്കി ധനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വീണ്ടും യോഗം ചേർന്ന് തുടർ നടപടികളിലേക്ക് കടക്കും. സർക്കാർ ഫണ്ട്, കിഫ്ബി, പൊതു സ്വകാര്യ പങ്കാളിത്തം എന്നീ 3 ഇനങ്ങളിലൂടെ ആയിരിക്കും പദ്ധതിക്ക് തുക കണ്ടെത്തുക. ഇതിൽ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങളുടെ നിർവഹണമായിരിക്കും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുക. 9 സോണുകളിലാണ് പീച്ചിയുടെ സമഗ്ര വികസനം നടപ്പിലാക്കുന്നത്. ഇതിൽ 8ാം സോണിൻ്റെ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കുക. നിലവിലെ പീച്ചി ഹൗസ് തനിമ നിലനിർത്തി നവീകരിക്കൽ, അതിഥി മുറികൾ, കിച്ചൺ, റെസ്റ്റോറൻറ്റ് എന്നിവയോടെ പുതിയ ബ്ലോക്കുകളുടെ നിർമ്മാണം, പൂന്തോട്ടം എന്നിവയാണ് ആദ്യം പ്രാവർത്തികമാക്കുക. ഇതിനുള്ള പ്രത്യേക DPR അടിയന്തരമായി KIIDS തയ്യാറാക്കി മെയ് മാസത്തിനു മുമ്പ് ഭരണാനുമതിക്ക് സമർപ്പിക്കും. ഇതോടൊപ്പം മറ്റു ഘട്ടങ്ങളിലെ പ്ലാനിൻ്റെയും പ്രവർത്തനങ്ങളുടെയും വിശദ പരിശോധനയും പഠനവും നടക്കും. പീച്ചി ഡാമിൻ്റെ 86 ഏക്കർ ഭൂമിയും പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത വിധം വികസനത്തിനായി ഉപയോഗപ്പെടുത്തും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു.